മഴ. സത്യം പറയാലോ, നിന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോണ്ടല്ലോ സമയം പോന്നെ അറിയത്തേ ഇല്ല. അയ്യടാ, അതെ, ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കാനല്ല എന്റെ അച്ഛൻ ശമ്പളം തരുന്നത്. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി വരുന്നവർക്ക് വിൽക്കാൻ വേണ്ടിട്ടാ. കാരണം അത് മനസ്സിലായോ? സാർ ഇതെല്ലാം ചെയ്തോളാം. കാരണം ഈ ബിസിനസ് എത്ര വലുതായാലും ഭാവിയിൽ ഇതെനിക്ക് സ്ത്രീധനം കിട്ടാനുള്ളതല്ലേ. പിന്നെ നോക്കിയിരുന്നാ മതി. അതാ പറഞ്ഞ, ഞാൻ നോക്കിയിരിക്കുക ഇങ്ങനെ. അയ്യടാ, എന്നെ നോക്കിയിരിക്കുന്ന കാര്യമല്ല, സ്ത്രീധനം കിട്ടുമെന്ന് നോക്കിയിരുന്നാ മതിയെന്ന്. അതൊക്കെ ഞാൻ മേടിച്ചെടുക്കും, നീ നോക്കിക്കോ. അതെ, ഒരു കാര്യം അറിഞ്ഞായിരുന്നു? എന്താ? എന്റെ അച്ഛനെ പുതിയ ഷോപ്പ് തുടങ്ങാൻ പോവാ. പുതിയ ഷോപ്പാ? എന്ത് ഷോപ്പ്? ജ്വല്ലറി. അപ്പൊ ഞാനൊരു ജ്വല്ലറി മുതലാളിയും കൂടെ ആവും അല്ലേ? അതെ അതെ. ജ്വല്ലറിയുടെ പേരെന്താന്നറിയോ? ശീതൽ ജ്വല്ലറി. പൊളിച്ചു. എന്റെ അച്ഛൻ എന്ത് തുടങ്ങിയാലും എന്റെ പേരായിരിക്കും ആ ഷോപ്പിന് ഇടുക. പക്ഷെ എന്റെ പ്രാർത്ഥന എന്താണെന്നറിയോ? എന്റെ അച്ഛൻ ശവപ്പെട്ടിക്കട തുടങ്ങലേന്നാ പ്രാർത്ഥന. അതെന്താ? നമ്മുടെ ഈ ബന്ധം അറിയാണെങ്കിലേ അച്ഛന്റെ ഷോപ്പിൽ നിന്ന് തന്നെ നമുക്കുള്ള ശവപ്പെട്ടി വാങ്ങിക്കേണ്ടി വരുമല്ലോ. നെഗറ്റീവ് പറയല്ലേ. പ്രേമിച്ചോണ്ടിരിക്കുമ്പോ നിനക്ക് എപ്പോഴും ഉള്ളത് നെഗറ്റീവ് പറഞ്ഞു. നിന്നെ കാണുമ്പോൾ ആകെപ്പാടെ എനിക്കൊരു പോസിറ്റീവ് ഉള്ളത്. അയ്യടാ, കുറച്ച് കാര്യങ്ങൾ എങ്ങനെ അച്ഛൻ കേറി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എടി, ഇന്ന് ഞായറാഴ്ചയല്ലേ, നിന്റെ അച്ഛൻ വരുന്ന ദിവസമാണോ? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു ഇന്ന് വരാൻ. സത്യം പറഞ്ഞോണ്ടല്ലോ, ഞാൻ ഈ ഷോപ്പിൽ വരുന്നതന്നെ ഈ ഞായറാഴ്ച നിന്നെ കാണാമല്ലോ. അപ്പൊ നിന്റെ അച്ഛന്റെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ ഇത് ഫർണിച്ചർ കടയാ. ഞായറാഴ്ച ദിവസം ഇത് മറൈൻ ഡ്രൈവാ. ചുംബനത്തിന്റെ ദിവസം. ഞായറാഴ്ച, ഇനി അടുത്ത ഞായറാഴ്ച വേണം നിന്നെ ഒന്ന്. ഹലോ, സമയമുണ്ടെങ്കിൽ കട്ടിലിന്റെ വിലയെന്ന് പറയാവോ? സമയമില്ല, എന്നാലും പറയാം. തേക്കാണോ? തേക്കുമെന്ന് അറിയില്ല, പക്ഷെ സീരിയസ് ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതല്ല, ഈ കട്ടില് തേക്കാണോന്നാ ചോദിച്ചത്. കട്ടില? പിന്നെ കട്ടില് നല്ല തേക്കാട്ടോ. എന്നാ വില വരും? ഇതിന് 15,000 രൂപയുണ്ട്. 15,000? ഓ, എന്തെങ്കിലും കുറയുവോ? അത്രയും കുറയ്ക്കാൻ വേണമെങ്കിൽ, പക്ഷെ കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതല്ല, വിലക്കകത്ത് എന്തെങ്കിലും കുറവ് വരുത്തുവെന്നാ ചോദിച്ചത്. പക്ഷെ അത് വിലക്കകത്ത് ഇപ്പൊ കുറവ് വരുത്താൻ പറ്റില്ല. മുതലാളി പറഞ്ഞ പിന്നെ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചെയ്യാം, നമുക്ക് നോക്കാം. ആയിക്കോട്ടെ, സംഭവം കൊള്ളാം. പറഞ്ഞു വിടാം, നിക്ക് ചേട്ടാ. എന്നാ നോക്കുന്നോ? അതില്ലെങ്കിൽ സമയമില്ല ഇവിടെ. എനിക്ക് പെരുവാസൂലിയാണ്. അപ്പൊ അന്ന് എടുക്കാനായിട്ടാ. എന്നാ പെരുവാസൂലി ഡേറ്റ് എന്നാ? ഡേറ്റ് എടുത്തില്ല. ഡേറ്റ് എടുക്കാത്തുണ്ട്. ഡേറ്റ് എടുക്കാത്ത വെച്ചാ പണി തീരാനുണ്ടേ. പണി എവിടെ വരായി? പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എതിന്? മറ്റേ ലൈഫ് പദ്ധതിക്ക് വീടിന് വേണ്ടിട്ടേ. കിട്ടിയിട്ടില്ല. വീട് കിട്ടിയില്ലേ? അത് വീട് കിട്ടാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു സ്വന്തമായിട്ട്, എന്നാലേ വീട് തരുള്ളൂ. ചേട്ടനുമായിട്ട് കേസ് നടക്കുക സ്ഥലത്തിന് വേണ്ടിട്ട്. സ്ഥലവും ഇല്ല, വീടും ആയില്ല. ഇനി പെരുവാസ്തുലിക്ക് നമുക്കിത് വേണം. ഈ കട്ടിൽ മേടിക്കണം. ഇത് വേണം. അതിനു വേണ്ടിയാണ് ഈ സ്വർഗത്തിലെ കട്ടറുമായിട്ട്. സത്യം പറ, എന്തിനാ അങ്ങോട്ട് കയറിയത്? അതെ, പുറത്ത് ഭയങ്കര ചൂടാ. ഇതാകുമ്പോ AC ഒക്കെ ഉണ്ടല്ലോ, കുറച്ചു നേരം തണുപ്പ് കൊള്ളാതെ ഓർത്ത് വന്നതാ. എന്റെ സ്വർഗത്തിലെ കട്ടറും പാവാൻ ആയിരിക്കുന്ന അലമാര എങ്ങനെയുണ്ട്? അത് സൂപ്പറാ. അയ്യോ, കയറി വരും സ്വർഗത്തിലെ കട്ടറും പാവാൻ. അല്ലെങ്കിൽ ഉള്ളതാ, ഈ കട തുറന്നു വെക്കുമ്പോഴത്തേക്ക് ഒരു ഈച്ച പോലും കാണത്തില്ല. ഇവളിങ്ങോട്ട് വന്ന് അത്യാവശ്യം ഒന്നും പ്രേമിച്ചോണ്ടിരിക്കുമ്പോ സ്വർഗത്തിലെ കട്ടറും പാവാൻ ആളുടെ ബഹളോ. അല്ലെങ്കിൽ ഐശ്വര്യമുള്ള ഒരു കടക്കകത്ത് കയറി കഴിഞ്ഞാലേ കടയിൽ സെയിൽ നടക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛൻ ഇവിടെ കയറി ഇരിക്കുമ്പോഴത്തേക്ക് ഒരാൾ പോലും വരാറില്ലല്ലോ. ഐശ്വര്യം ഇല്ലാത്തോണ്ടാ? എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ, ഭാവി ഭർത്താവിന്റെ മുന്നിൽ കൈ ചൂണ്ടുന്നടി. നിന്റെ കൈ മോലാളി, മോലാളി, അച്ഛൻ തന്നെയാണ് മോലാളി. നീ അത് തന്നെ പറയണ്ട. നീ ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ട് പോകരുത്. എന്റെ തന്ത അവിടെ നിന്നല്ലേ വരുന്നത്. നീ ഒരു കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞ അയാളെ പറഞ്ഞു വിടാം. ഇല്ല, ശ്വാസമൊക്കെ കിട്ടും. ഒരു 10 മിനിറ്റത്തെ കേസ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു വിടാം. ഞാൻ വിളിക്കാതെ നീ തുറക്കരുത്. ഞാൻ വിട്ടോളാം. എന്തെങ്കിലും അത്യാവശ്യത്തിന് വന്നതായിരിക്കും. നീ ഫ്രണ്ട് പോയി നിൽക്കണേ, നീ ഇവിടെ നിൽക്കണെന്തിന്? ഞാൻ അവിടെ കണക്ക് കൂട്ടുമായിരുന്നു കേട്ടോ. എടാ മണ്ട, നീ കണക്ക് കൂട്ടി ഞാൻ കടക്കാരനാവും ഇപ്പൊ മിക്കാറും. എന്നെ എപ്പോഴും ഇങ്ങനെ മണ്ടാന്ന് വിളിക്കല്ലേ. നീ മണ്ടനാണ്ടല്ലോ മണ്ടാന്ന് വിളിക്കുന്നത്. ആരെങ്കിലും കേട്ടാ നടക്കണല്ലേ? പിന്നെ ആരെയൊക്കെ ഇവിടെ ആരെയൊക്കെ അല്ല കേൾക്കുന്നില്ല. എന്നാലും ചിലപ്പോ ദൈവം ഉണ്ടല്ലോ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്നത്. നീ എന്താ വിയർക്കുന്നേ? നീ എന്താ വിയർക്കുന്നെന്താ?
എനിക്ക് BP കുറഞ്ഞ്. ആ BP കുറഞ്ഞിട്ട് നീ വിയർക്കും, അല്ലാതെ ഇവിടത്തെ ഒരു പണി ചെയ്തിട്ട് നീ വിയർക്കൂല, അതെനിക്കറിയാം. മൊലാളി എന്താ ഇവിടെ? അതല്ല, ഞാൻ അങ്ങനെ ചോദിച്ചല്ല. സാധാരണ ഞായറാഴ്ച വരില്ലല്ലോ. ആര് പറഞ്ഞു സാധാരണ ഞായറാഴ്ച വരില്ലെന്ന്? ഞായറാഴ്ച വരും. എല്ലാ ആഴ്ചകളിലും ശനിയാഴ്ച കഴിഞ്ഞ് പിറ്റേന്ന് ഞായറാഴ്ച വരും. ഈ ബലിതത്തിന് ചിരിക്കണമെന്നുണ്ട്, പക്ഷെ എന്റെ സിറ്റുവേഷൻ അങ്ങനെയല്ല. അല്ലായിരുന്നു ഞാൻ മോഹൻലാലിയെ പ്രോത്സാഹിപ്പിച്ചേനെ. എടാ ഇന്ന് അലമാര നോക്കാൻ ആള് വരുന്നുണ്ട്. ആണോ? ആ നീ അതൊന്ന് കൃത്യം തുടച്ചു വെച്ചാ. അലമാര വന്ന് തുടച്ചു. മോഹൻലാൽ എന്ത് പറഞ്ഞു? ഈ അലമാര കൊണ്ടുവന്ന ആള് വരുമെന്ന്. അവരിപ്പോ ഇങ്ങോട്ട് വരും. അവര് വിളിച്ചോണ്ടല്ലേ അങ്ങോട്ട് വന്നത്. ഈ അലമാര കൊണ്ടുപോവാനാ? ആ ഈ അലമാര ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുത്തു. അപ്പൊ അവര് സെലക്ട് ചെയ്ത ഈ അലമാരയാണ്. എപ്പോ വരും? ഇപ്പൊ അവര് വിളിച്ചിരുന്നവര്. അവരൊന്നുകൊണ്ടല്ലേ അങ്ങോട്ട് വന്നത്. ഈ അലമാര കൊടുക്കണ്ട, നമുക്ക് ആ അലമാര കൊടുക്കാം. ഈ അലമാരക്ക് എന്താ കുഴപ്പം? ഈ അലമാര ഇതിരിക്കട്ടെ, ഈ കടയ്ക്ക് ഒരു തരം ഐശ്വര്യമാണ് മലയാളി. എടാ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവര് ഞാൻ പറഞ്ഞു വന്ന് എടുത്തോളാൻ പറഞ്ഞല്ലേ അവര് വരുന്നത്. അതിനെന്താ നിനക്ക് ഇപ്പൊ എന്താ കുഴപ്പം? മലയാളി ഈ അലമാര എനിക്ക് വേണം മലയാളി. ഞാനത് എനിക്ക് വേണം ഈ അലമാര. നിനക്കാ? ഞാനത് എന്റെ അവിടെ ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു വീട്ടിലേക്ക്. നിന്റെ അതിനുള്ള പൈസ ഉണ്ടോ? ഞാനത് തരാം മലയാളി. എപ്പാ? ജോലി ചെയ്ത് വീട്ടിൽ കൊള്ളാം. എന്ന് 2 കൊല്ലത്തേക്കുള്ള പൈസ നീ ഓൾറെഡി മേടിച്ചു കഴിഞ്ഞല്ലോ. എല്ലാം കൂടെ ഞാൻ തരും. തന്നാ മതി നീ. ഈ അലമാര എന്നെ കൊടുക്കണമെന്നില്ല. നീ തൂത്ത് വൃത്തിയാക്കിട്ടാ അങ്ങോട്ട് തുടച്ച്. അയ്യോ ഈ അലമാര കൊടുത്ത അവരെവിടെ ഇപ്പൊ വരുവോ? മലയാളിക്ക് പുറത്തോട്ടൊന്നും പോണ്ടേ? മലയാളിക്ക് ഇപ്പൊ പുറത്തോട്ട് അവര് വന്ന് ഇത് കൊടുത്തിട്ടാണ് എനിക്ക് പുറത്തു പോയെ. ഞാനൊരു കാര്യം പറയട്ടെ മലയാളി. എന്താ? നമുക്ക് ഈ എന്തായാലും ഇത് തടിയുടെ അലമാര, അത് ആ അലമാര ഉണ്ടല്ലോ, ആ അലമാര പറഞ്ഞാലോ? ഇത് 25,000 രൂപയാണോ മലയാളി? അതെ. ആ അലമാര എത്ര? അത് 30 രൂപ. 5 രൂപ ലാഭം എവിടാ അതിന്? അപ്പൊ ആ അലമാര കൊടുക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ടതല്ലേ? ഈ വരുന്ന വ്യക്തിയുടെ അടുത്ത് ഞാൻ പറഞ്ഞ് ഈ അലമാര അവർക്ക് ഇഷ്ടപ്പെടുത്തിച്ചാൽ ആർക്കാണ് ലാഭം? എനിക്ക് ലാഭം. ലാഭമാണോ? പക്ഷെ അവർ ഇഷ്ടപ്പെടണം. അത് ഇഷ്ടപ്പെടുത്തണം നീ. അവരെ ഞാൻ ഇഷ്ടപ്പെടുത്തിക്കും. എന്നാ പിന്നെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നല്ലേ. ഞായറാഴ്ച വരില്ല. അല്ല അതെന്നോട് പറഞ്ഞായിരുന്നല്ലോ ഞായറാഴ്ച വരും. ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ഞങ്ങൾക്ക്. എനിക്ക് ഇന്ന സമയമുള്ളൂ, അതുകൊണ്ടാണ് ഞായറാഴ്ച നമ്മളാ വാട്സപ്പിൽ എനിക്ക് ഈ ബിംബാലമാര. അല്ല അവനെന്തോ പറയാനുണ്ട്. നല്ല എന്ത് പറ്റി? നല്ല കിടില സാധനമാണ്. ഏത്? നല്ല സ്റ്റീലിന്റെ അലമാര. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? നമുക്ക് ഇത് എടുത്തിട്ട് നേരെ പോവാല്ലേ? അതല്ല സഹോദര, ഞങ്ങൾ നിങ്ങളുടെ മുതലാളിയായിട്ട് സംസാരിച്ചായിരുന്നു. പുള്ളി എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു 1-2 അലമാരയുടെ പടം. അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ ആയിരിക്കുന്ന മോളിൽ ബിംബമുള്ള അലമാരിയാണ്. ഒരു കാര്യം ചെയ്യാം, ആ ബിംബം ഇളക്കി നമുക്ക് ഇതിനകത്തോട്ട് വെച്ചാലോ? ഏത്? അല്ല അത് വേണ്ട, നമുക്ക് ഈ അലമാരി മതി. ഇതോ? നല്ല ഭംഗിയുണ്ട് കേട്ടോ, അടിപൊളി. ഞാൻ പറയട്ടെ, എന്താ ഈ അലമാര എന്ന് പറഞ്ഞാൽ തടിയുടെയാണ്. ഇതെടുത്താൽ തടി ചീത്തയാകും. അല്ല മുതലാളി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ അലമാരിക്ക് എന്താ കുഴപ്പം? ഇത് തടിക്ക് എന്താ കുഴപ്പം? ഇത് തേക്കാണെന്നല്ലേ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്? അല്ല തേക്കാണ്. നിങ്ങൾക്ക് ഇത് മതി, എടുത്തോളൂ. അത് മതി. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തിനാണ് ഈ അലമാര? എന്തിനാണ്? ഞങ്ങൾക്ക് ഒരു ചടങ്ങുണ്ട്, അതിന് കൊടുക്കാൻ വേണ്ടി. അത് എന്തോ ചടങ്ങ്? അനിയന്റെ പെരുവാസോലി അലമാരി ഉറപ്പായിട്ട് ഞങ്ങൾക്ക് വേണം. എന്താന്ന് കാര്യം പറ. ഒരു മനുഷ്യൻ പറയല്ലേ, എന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾ ഒരു കാര്യം, ഈ അലമാര മേടിക്കൂ. ഞങ്ങൾക്ക് അലമാരി വേണ്ടല്ലോ. ഞങ്ങൾക്ക് അതാ ഇഷ്ടപ്പെട്ടത് തടിയുടെ. ആള് രാവിലെ പത്രത്തിൽ ഫോട്ടോ വരും 2 പേരുടെ. എന്തിനാ നിങ്ങളെ ഫോട്ടോ എന്തിനാണ് അലമാര എടുക്കുന്നതിന് വരുന്നത്? പിന്നെ എന്തുവാ താൻ പറഞ്ഞത്? വേറെ ആയിരിക്കുന്ന ആളുടെ സ്വഭാവം പറഞ്ഞു വെട്ടിക്കൊല്ലും എല്ലാരെയും. ഞങ്ങൾ എവിടുന്ന് അലമാരി മേടിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളെ എന്തിനു വെട്ടിക്കൊല്ലണം? തലയ്ക്ക് വല്ല വട്ടുവാണോടോ? പിന്നെ എവിടുന്ന് വന്ന് ഉറപ്പിച്ചേ? ഞങ്ങൾക്ക് ആ അലമാരി മതി. നിങ്ങൾക്കുണ്ടല്ലോ മക്കള്. ആ ഉണ്ട് കേട്ടോ, ഇത്രയും കാല് പിടിച്ച് പറഞ്ഞല്ലേ. എന്നിട്ട് ഈ അലമാര അടിച്ചൂടെ? സതീശ, അവർക്ക് ഇഷ്ടമുള്ള എടുക്കട്ടെ. ഒരു ബില്ലൊന്നും എഴുതിക്കുന്ന അലമാരി മതിയെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അവന് ഈ അലമാരയുടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഈ ചില പെയിന്റർമാർക്ക് അവരുടെ ബ്രഷിനോട് ഇപ്പൊ ഇതുപോലെ ബ്രഷ് ഇഷ്ടപ്പെടൂലേ? നമ്മള് കണ്ടിട്ടുണ്ട്. വർക്ക് ചെയ്യുന്ന ചില ആയുധങ്ങളോട് അവർക്ക് ചിലർക്ക് പേനയോട്, എഴുത്തുകാർക്ക് പേനയൊന്നുമില്ല. അവന് അതാണ് ഇഷ്ടം. അതുകൊണ്ട് അവൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ചേട്ടാ ഒന്നിങ്ങി വന്നു. ഒരു മിനിറ്റ്, ബില്ല് എഴുതാൻ പറ്റേ. എന്താടി? ആ ചെറുക്കൻ ആ അലമാരി ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് തന്നെ അല്ല തന്നെയല്ല, അത് തടിയാ. ചെറുക്കൻ പറഞ്ഞ ചെതല് കയറുമെന്നല്ലേ പറഞ്ഞത്? ചെതല് കയറുമായിരിക്കും. അല്ല ഒരു ചെറിയ കൺഫ്യൂഷൻ. ഇവള് പറയുന്ന ഇപ്പൊ അത് ഇരുമ്പായോണ്ട് നല്ലതാണെന്ന് പറയുന്നു. ഞങ്ങൾ ആപ്പാട് ഒരു കൺഫ്യൂഷൻ. ചെറുക്കനും അങ്ങ് ഭയങ്കര മനപ്രയാസം ആകുമായിരിക്കും. മറ്റേത് മതി. എടുത്തു കൊടുക്കാം. വണ്ടി വിളിച്ചാ അല്ല വണ്ടി വിളിച്ചാ നിന്റെ നീ ആള് മണ്ടനാണെങ്കിലും നിന്റെ ചില വാക്കുകളും പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടു പോകും. നിന്റെ പറച്ചിലവരെ മനസ്സല്ല. ഞാൻ എന്താ പറയാ, ഞാൻ വിചാരിച്ചു അവർക്ക് അത് വിഷമമാവണ്ട. നിന്നെ വിഷമിപ്പിക്കാൻ അവർ തയ്യാറല്ല. എന്തു നിന്നെ വിഷമിപ്പി, നിനക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് അല്ലേ ഈ അലമാരയോട്, ബിംബ അലമാരയോട്. അതുകൊണ്ട് നീ അതെടുത്തോ. അവർക്ക് അലമാര വേണ്ട.
അത് ഞങ്ങൾക്ക് വേണ്ട. വേണ്ടേ? മറ്റേ മതി. അവർക്ക് ആ അലമാര മതി. ആലുമര അത് മതി. അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. ഇവൻ എന്ത് വർത്താനേ പറയുന്നത്? അത് ഇവൻ എത്ര നല്ല അലമാരി ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞപ്പോ ഇവൻ പറയുന്നത് അത് എടുക്കാതെ ഇപ്പൊ ഞാൻ എന്നോട് പറഞ്ഞ അത് എടുക്കാനായിട്ട്. അല്ല നിങ്ങളുടെ എത്ര പ്രാവശ്യം പറയും ഇതെടുക്കാൻ, അപ്പോൾ നിങ്ങൾ ഇതെടുത്തോ. അല്ല നിങ്ങൾ താനല്ലേ നേരത്തെ പറഞ്ഞ ഇത് വേണ്ട അതെടുത്തോ അതെടുത്തോന്ന്. ഇപ്പൊ അത് വേണമെന്ന് പറഞ്ഞപ്പോ താനെന്താ തരാത്തത്? മണ്ടത്തരം കാണിക്കുന്നത് മണ്ട. എടാ നിന്റെ തലയ്ക്ക് എന്നാ പ്രാന്തോ? നീ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങൾ നീ ഇതാണ് നല്ലതെന്ന് പറഞ്ഞോണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇതെടുക്കാൻ തീരുമാനിച്ചത്. എന്നിട്ട് നീ ഇപ്പൊ മാറ്റി പറഞ്ഞ കാര്യമില്ല. ബഹളം വേണ്ട. അതിപ്പോ എന്താ വേണ്ട? ഞാൻ നേരത്തെ ഇവിടെ കെഞ്ചി പറഞ്ഞ, ഞാൻ നിങ്ങളുടെ കെഞ്ചി പറഞ്ഞ ഇതെടുക്കാൻ, അന്നേരം എടുത്തില്ലല്ലോ. ഇതേ അവരത് കേട്ട് ബില്ല് പോലും അടിച്ചിട്ടില്ല. ഇല്ല നീ അത് ക്യാഷ് റെഡി. എവനോട് ചോദിക്കേണ്ട കാര്യം എന്താണ്? ഇല്ല, നിന്നോട് ചോദിക്കേണ്ട കാര്യം എന്താ? എന്റെ കടയുടെ സ്ഥാനം എനിക്ക് ആലമാരോട് പ്രേമം. നിനക്ക് നേരത്തെ എന്നോടല്ലായിരുന്ന പ്രേമം. അത് ഞാൻ ആദ്യമായിട്ട് വന്ന് കണ്ടപ്പോൾ ഒരു അലമാര കണ്ടായിരുന്നു. അത് ഈ അലമാരയാണ്. ആ അലമാര ഇവിടെ ഇരിക്കണം. ഇവൻ എന്താ ഈ പറയുന്നത്? ഇവൻ ഓരോ സമയത്ത് ഓരോ നേരത്തെ മാറ്റി പറയുന്നു. ഞങ്ങൾക്ക് ഇത് മതി. ഒരാൾ ഇതേ ബില്ല് എടുത്തോ, കാശ് റെഡി. ഒരു കാര്യം എന്തോ ചെയ്യണം, തുറന്ന് കാണിക്കണമല്ലോ. തുറക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, പക്ഷെ നിങ്ങൾ അത് വീട്ടിൽ കൊണ്ടുവന്ന് തുറന്നാൽ മതി. എന്റെ കസ്റ്റമേഴ്സിനോട് മര്യാദയ്ക്ക് ഹലോ രമേ, ആ റെക്കോർഡ് നീ എഴുതിയായിരുന്നോടി? ഇന്ന് തന്നെ കിട്ടണം. ഇന്ന് തന്നെ ഞാൻ വാങ്ങിക്കാൻ വരും കേട്ടോ. ആ ശരിയടി, ശരി. ഇവിടെ എന്തായിരുന്നു? അപ്പൊ ഞാനേ ഈ ഫോൺ വിളിച്ച് വന്നപ്പോഴത്തേക്ക് വീടാന്ന് വിചാരിച്ച് വന്ന് റൂമാന്നും കരുതി അതിനകത്തോട്ട് കേറിയപ്പോ ഈ വൃത്തിയോട്ടവരുണ്ടല്ലോ ആ ഡോർ അടച്ചോപ്പാ. ഞാൻ മോനായിട്ട് മോള് ഫോൺ ചെയ്യുന്ന ആരും കാണണ്ടെന്ന് കരുതി ഡോർ ഫോൺ ചെയ്ത് പച്ചക്കള്ളം. 32ാമത്തെ വയസ്സിൽ എന്റെ ഭാര്യ പ്രസവിച്ച് എന്റെ കയ്യിലേക്ക് കിട്ടുന്ന എവളെ കണ്ണിമ വെട്ടിയാൽ അച്ഛനറിയാം. ഒരു കള്ളം പറഞ്ഞാൽ അച്ഛന് മനസ്സിലാവും. അച്ഛനോട് കള്ളം പറഞ്ഞല്ലേ? നീ അച്ഛനോട് കള്ളം പറഞ്ഞു. നീ അലമാരക്കകത്ത് കയറി ഫോൺ ചെയ്യാനല്ല, പിന്നെ അത് തുടയ്ക്കാനാടാ. അതിനകത്ത് മൊത്തം വലയുണ്ട്, അത് തുടയ്ക്കാൻ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും കൊണ്ട് സർപ്രൈസ് ഒരു അച്ഛന് അലമാരക്കകത്ത് മുറിക്കകത്ത് കയറി അലച്ചോണ്ടിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കി ബുദ്ധി വേണം. കാരണം മണ്ട തുടക്കാൻ കയറിയത് തുടക്കാൻ കയറിയതാ. മുതലാളി എന്നെ ഇത്രയും നാള് മണ്ടാന്ന് വിളിക്കുന്നില്ല, എനിക്ക് ഒരു വിഷമമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി ആരാ ഇവിടെ മണ്ടനെന്ന്. Comedy Masters.